ഹായ് ഓൾ, വെൽക്കം ടു ആൽഡൻ റോക്സ്. അപ്പോൾ ഇതേ നമ്മുടെ വിനായക ചതുർത്ഥിയോടനുബന്ധിച്ചുള്ള വീഡിയോ ചെയ്യാൻ വന്നതാണ്. ഇതേ ഉണ്ടാക്കുന്ന സ്ഥലത്താണ്, അവരെൻ്റെ പണിപ്പുരയിലാണ്. ഇനിയിപ്പോൾ ഇതേ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും ഓരോരുത്തർ വന്ന് മേടിച്ചുകൊണ്ട് പോകാൻ തുടങ്ങും. ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് കാര്യമായിട്ടൊന്നും തോന്നില്ല, പക്ഷേ പെയിൻറ്റിങ് കൂടെ കാണുമ്പോഴേ അതിൻ്റെ ഒരു ബ്യൂട്ടി നമുക്ക് കാണാനായിട്ട് കഴിയുള്ളൂ. പിന്നെ അതുമാത്രമല്ല, പെയിൻറ്റിങ് കൂടെ കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ വലിപ്പ ചെറുപ്പത്തിനനുസരിച്ച് ആളുകൾ വരും. പിന്നെ അതിൻ്റെ ബാർഗൈനിങ് ചെയ്ത് അവർ മേടിച്ചുകൊണ്ട് പോകും. ഇല്ല, പെയിൻറ്റിങ് കഴിയുമ്പോൾ അത്ര നന്നായിട്ടിരിക്കുന്നുണ്ടല്ലേ. പെയിൻറ്റിങ് ആയിട്ടില്ല, അത് ഇനിയിപ്പോൾ കറുത്ത കളർ തന്നെയാണോന്നറിയില്ല. അതിനിപ്പോൾ കുറച്ചുകൂടെ കളർ കൊടുക്കാനുണ്ടെന്ന് തോന്നണേ. വിനായക ചതുർത്ഥിയുടെ തലേന്ന് തന്നെ അത് ആളുകളെല്ലാം മേടിച്ചുകൊണ്ട് പോകുന്നതാണ്. അതിൻ്റെ കൊട്ടും മാരവും ബഹളങ്ങളൊക്കെയാണ് കാണുന്നത്. ഞങ്ങൾ താമസിക്കുന്നിടത്തുള്ളതാണിത്, അവരെ കൊണ്ട് ഇറക്കുന്നതാണ് തലേന്ന് രാത്രിയിൽ. ഇതേ നേരം വെളുത്തുള്ള കാണുന്ന കാഴ്ച. നമ്മുടെ നാട്ടിലെ ഓണത്തിന് അത്തപ്പൂക്കളെല്ലാം ഇടാനായിട്ട് പൂക്കൾ വെക്കാൻ വയ്ക്കില്ലേ, അതുപോലുള്ള ചെടിയും തൂപ്പ് നിലകളൊക്കെയാണ് വിനായകൻ്റെ ഫ്രണ്ടിൽ വെക്കാനായിട്ട്. ഇത് രാവിലെ തന്നെ മാർക്കറ്റിലെല്ലാം സജീവം. വിഗ്രഹം കുറേ ഭാഗത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് കാണാനായിട്ട് വന്നതാണ്. ഞാനും ഞങ്ങളുടെ കുട്ടിപ്പാട്ടുകളെല്ലാമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിലാണെങ്കിൽ അപൂർവമായിട്ട് ചില ഭാഗത്തേ ഉള്ളൂ. അപ്പോൾ പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഓരോ ചന്തിലും ഓരോ മുക്കലും മൂലയിലുണ്ട്. ഞങ്ങൾ താമസിക്കുന്നൊരു മണ്ഡലമാണ്. ഇവിടെ തന്നെ ഒരു 10-24 മേലെയുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം. വലുതാണോ അവിടെ മിട്ടോ? അതെ, വലുതാണോ കുഞ്ഞത്? വലുതാണോ? എത്ര ഉള്ള? ഉണ്ടോ, ഡെക്കറേഷനും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇവർ പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം വെച്ചാൽ മറ്റുള്ള സ്റ്റേറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഞങ്ങളുടെ സ്റ്റേറ്റ് കുറച്ച് ബെറ്റർ ആണ് എന്നുള്ള രീതിക്ക് എല്ലാവരും കൂടെ ചുറ്റും നടന്ന് കാണാനായിട്ട് ഇറങ്ങിയതാണ്. എവിടെ എല്ലാം വെച്ചിട്ടുണ്ട്, എത്ര എണ്ണമുണ്ട്, എത്രത്തോളം വലിപ്പമുണ്ട് എന്നെല്ലാം അറിയാനായിട്ട് എല്ലാവരും കൂടെ ഇറങ്ങിയതാണ്. കല്ലിന് ലഡ്ഡുണ്ട്. വിമർശനത്തിന് കൊണ്ടുപോകുന്ന സമയത്ത് ആരെയും ലേലം വിളിച്ചെടുക്കും. അതും നല്ല അത്യാവശ്യം നല്ല തുകയ്ക്കാനാണ് ലേലം വിളിച്ചെടുക്കുന്നത്. രാത്രി ആകുമ്പോൾ നല്ല ലൈറ്റിങ്ങും ഡെക്കറേഷനൊക്കെ ആയിട്ട്. അപ്പോൾ അതുപോലെ തന്നെ രാത്രി സമയത്ത് ഇവിടെ ഇനി വരുന്ന 3 ദിവസം ഇവിടെ അന്നദാനങ്ങളും മറ്റായിട്ട് പല ഭാഗത്തും അന്നദാനങ്ങളുണ്ടാകും. ഗോങ്കൂർ അച്ചാറുള്ളതാണ്. ക്ഷമിക്കണം 3 ദിവസമല്ല, ചിലയിടത്ത് 5 ദിവസം അവർ വയ്ക്കും. 3 ദിവസം, 5 ദിവസം, അല്ലെങ്കിൽ ഇപ്പോൾ 9ാമത്തെ ദിവസമൊക്കെയാണ്. അപ്പോൾ ഇവിടെ 5 ദിവസം വരെ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ബുധനാഴ്ച മുതൽ ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ 5 ദിവസം. ഇപ്പോൾ 5 ദിവസം ഈ കാണുന്ന എല്ലായിടത്തും അന്നദാനം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ പിന്നെ നമ്മുടെ നാട്ടിലെ പോലെയല്ല, എല്ലാവരും മുസ്ലിംസും എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. ഒരു വ്യത്യാസം ഭേദമില്ലാതെ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് എല്ലാറ്റിലും. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സ്ത്രീകളെല്ലാം എന്തുപോലെ കൂടിയിരിക്കുന്ന എല്ലാം അങ്ങനെയുള്ള കാലമൊക്കെ കഴിഞ്ഞിട്ട് കുറേ. ഇപ്പോൾ എല്ലാവരും ടിവിയുടെ മുന്നിലും മറ്റ് ജോലി തിരക്കൊക്കെ ആയതുകൊണ്ട് ഇതുപോലും കാണുന്നില്ലല്ലോ. ഇനിയുടെ ഒരാഴ്ചത്തേക്ക് സ്കൂളിൽ നിന്നും പിള്ളേരെ ഒന്നും പ്രതീക്ഷിക്കേണ്ട. കാരണം അറ്റൻഡൻസ് എല്ലാം വളരെ കുറവായിരിക്കും. എല്ലാവരും ഈ പാട്ട്, ഡാൻസ് എന്നുള്ള രീതിക്ക് പറഞ്ഞില്ലായിരുന്നു. ഓരോ സ്റ്റേറ്റ് അവർ നല്ല രീതിക്ക് ഡെക്കറേറ്റ് ആയിട്ട് അടുത്തുള്ള സ്റ്റേറ്റുകാരെക്കാളും ബെറ്റർ ആയിരിക്കും നമ്മുടേതെന്നുള്ള രീതിക്കാണ് അവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കാണാതെ അടുത്ത് കാണാതെ കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ളത് തന്നെയാണ്. ഇതാണ് ഇവിടുത്തെ കളരി മണ്ഡലത്തിലെ ഏറ്റവും വലിയ വിനായകൻ്റെ ബൊമ്മ. മണ്ഡലം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് വലിപ്പം കുറവാണ്. കാരണം എല്ലായിടത്തും ഉണ്ടല്ലോ അങ്ങോട്ടുള്ള വാക്ക് തർക്കങ്ങളും അതൊക്കെ. കഴിഞ്ഞ വർഷം ഒരു 1 ലക്ഷം രൂപയുടെ വലിയൊരു പ്രതിമ വാങ്ങി വെച്ച്. പ്രാവശ്യം കുറച്ച് ചെറുതായിപ്പോയി. ഇത് നോട്ടുമാലിട്ട് അലങ്കരിച്ചിട്ടുണ്ടോ വേറെ ഭാഗത്തുള്ളത്. ഇതാണ്ടോ അടുത്തൊരു സ്ട്രീറ്റ്. ഇവിടെ കല്യാണ വീട്ടിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പോലെ ലൈറ്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് എത്രത്തോളം വലിയ വിനായകനാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ഡെക്കറേഷനെല്ലാം നല്ല ഭയങ്കരമാണ്. അവരുടെ റൂഫും മറ്റു കാര്യങ്ങളൊക്കെ വലിപ്പം ഉള്ളത് കൂടെ തന്നെയാണ്. ഇത് ചെറിയതാണ്, ചെറുതും വലുതായിട്ട് പലതും. ഇവിടെ ഉണ്ട് നോട്ടുമാല. ഇവിടെ
10 രൂപയുടെ നോട്ടുമാല ഇട്ടേക്കുന്നത്. അതുപോലെ തന്നെ ഈ സ്ട്രീറ്റ് നല്ലോണം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അമ്പലത്തിനോട് ചേർന്നിട്ടുള്ളതാണ്, കുറച്ച് അത്യാവശ്യം വലുപ്പമുള്ളതാണ്. ഈ വരുന്ന ഒരാഴ്ച എല്ലാവർക്കും രാവിലത്തെ ഭക്ഷണം മാത്രം കണ്ടാൽ മതി. ഉച്ചക്കത്തെ രാത്രിയിലത്തെ ഇതുപോലെ അന്നദാനമായിട്ട് പല ഭാഗത്തും കാണും. ഇതാണ്ടോ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടൊരു വണ്ടി പോയി നിർത്തിയിട്ടുണ്ട്. എല്ലാം വളരെ ക്ലീനായിട്ട് താമസിക്കുന്ന വിനായകനാണ്. ഞാൻ പറഞ്ഞില്ല അടുത്തടുത്ത് തന്നെ ഇതുണ്ടോ ഇവിടെ ഒരെണ്ണം നിൽക്കുമ്പോൾ തൊട്ട് പുറകെ തന്നെയാണ് വേറൊരെണ്ണം. കാരണം ഓരോ ചന്തലും അവർ വെച്ചേക്കുക. നമ്മളൊന്നും തലേന്ന് രാത്രിത്തെ ഇത് പിറ്റേന്ന് ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തിന് അന്നദാനത്തിനുള്ള തയ്യാറെടുപ്പുകളെല്ലാമായി വിളമ്പാൻ തുടങ്ങി. ഇപ്പോൾ ക്യൂ നിന്നുകൊണ്ടിരിക്കുക. ലഡു, വട, ചമ്മന്തി, ചട്നി, പിന്നെ എന്താ പറയുക നമ്മുടെ സാമ്പാറും ചോറും തൈരും രസവും ഇതൊക്കെയാണ് ഐറ്റംസ്. മറ്റേ ഉറിയടിയുണ്ട്, ഊട്ടി എന്ന് പറയും. അപ്പം ഉറിയടിക്കാനായിട്ട് പോവുകയാണ് പിള്ളേരെല്ലാം. ചായ അറിയാനായിട്ട് നടക്കുക. ഇപ്പോൾ നല്ല പതിയെ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുക. പക്ഷെ മക്കളൊന്നും ഇതല്ല, അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ നിന്ന് മാക്സിമം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക. ചൈത്രം ഇതിപ്പോൾ 3-ാം ദിവസം പലരും ഒഴുക്കാനായിട്ട് കൊണ്ടുപോകാൻ തുടങ്ങി. അതിൻ്റെ കാഴ്ചകളാണ് നമ്മളൊക്കെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാക്സിമം പേരും 3-ാം തീയതി പോകുന്നുണ്ട്. പിന്നെ 5-ാം തീയതി ഞായറാഴ്ച അന്നും കുറേ ആളുകൾ പോകും. ഇതാണ് ഇപ്പോൾ ആദ്യം കുറേ പേര് അപേക്ഷിച്ച് വന്നിട്ടും ഡി ജെക്കുള്ള പെർമിഷൻ അധികം കൊടുത്തില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അവർ തന്നെ ബോക്സിൽ പാട്ടും ഡാൻസൊക്കെ ആയിട്ട് പോവുക ബീച്ചിലോട്ട്. ഇതാണല്ലോ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരുവിധപ്പെട്ട പെണ്ണുങ്ങളെല്ലാം നാണക്കേടായിട്ട് വേണ്ട പറ്റില്ല എന്ന് പറയും. എല്ലാം മേലെ അങ്ങോട്ടും ചായ എല്ലാം വാരി എറിഞ്ഞ് കോലുകൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ. ഞാനിപ്പോൾ ഇവന്മാരുടെ ഇടയിൽ നിൽക്കുകയാണ്. ഏത് സമയത്ത് എൻ്റെ മേത്ത് കളർ വരാമെന്നുള്ളത് അറിയില്ല. ഏത് സമയത്തോടെ എൻ്റെ മുഖത്ത് വന്ന് വീഴാമെന്ന് ആ ഒരവസ്ഥയിലാണ്. ഒഴുക്കാൻ പോലെ അപ്പോൾ ഇത്തവണ ഞങ്ങൾ കഴിഞ്ഞ തവണ മാറി നിന്നാണ്. ഇത്തവണ ഞാനും മിട്ടും മോനും കൂടെ അവരുടെ കൂടെ ഒഴുക്കാനായിട്ട് പോകാമെന്ന് വെച്ചു. അപ്പോൾ രാമായപട്ടണം ബീച്ചിലോട്ടാണ് പോകുന്നത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 60 കിലോമീറ്ററോളം യാത്ര ഉണ്ടെന്ന് പറഞ്ഞു. കാവൽ ടൗണിലെത്തുമ്പോൾ തന്നെ അത്യാവശ്യം ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു. വല്ല അടിയോ വഴക്കണമെന്ന് വിചാരിച്ച് നോക്കുമ്പോഴത്തേനത് നിയന്ത്രണം വിട്ടൊരു ട്രാക്ടർ കൽവെട്ടിലോട്ട് ഇടിച്ചിരിക്കുന്നു. ഇത് ബ്രിഡ്ജിന് മുകളിലാണ്. എല്ലാവരും വണ്ടിക്കകത്തുണ്ടായിരുന്നു. എന്തോ വലിയ അപകടം സംഭവിക്കാത്തിരുന്നു. അല്ലെങ്കിൽ എല്ലാ വണ്ടി മറിഞ്ഞ് താഴോട്ട് കൊണ്ട് വണ്ടിക്കകത്തുള്ള എല്ലാവരും പോയേനെ. അങ്ങനതെ നിമജ്ജനമായിട്ട് ഞങ്ങൾ രാമായപട്ടണം ബീച്ചിലെത്തി. അറിയാമല്ലോ രാമായപട്ടണം. അപ്പോൾ ഇവിടെ ഒരുപാട് വിനായകൻ നേരത്തെ വന്ന് പോയിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് ലേറ്റായി. ഇപ്പം തന്നെ സമയം 4:05 മണിയാവാറായി. ഞങ്ങൾ രാമായപട്ടണം ബീച്ച് എത്തിയിട്ട് വിനായകനെ ഒഴുക്കാവുന്ന ആളുകളുടെ തിരക്കാണ്. എല്ലാം കുറച്ച് 5 മണിയായെങ്കിലും നല്ല തിരക്കുണ്ട് അത്യാവശ്യം. ഏകദേശം ആളുകളിൽ നേരത്തെ തന്നെ വന്ന് ഒഴുക്കി പോയി കഴിഞ്ഞു. ഇപ്രാവശ്യം ഞാൻ നോക്കുമ്പോൾ തിരക്ക് കാണുന്നുണ്ട്. ഇവർ പറയുന്നത് തിരക്ക് കുറവാണെന്നാണ് പറയുന്നത്. കോസ്റ്റ് ഗാർഡെല്ലാം നല്ല സജീവമായിട്ടിരിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നല്ല തിരകളാണ്. അതുകൊണ്ട് അധികം ആരെയും അകത്തോട്ടൊന്നും ഒഴുകി സമ്മതിക്കുന്നില്ല. വലിയ തിര വേലിയേറ്റമാണെന്ന് തോന്നണേ.
നമുക്കവിടെ നോക്കിയാൽ കാണാൻ പറ്റും രാമായപട്ടണം ഫോർട്ട്. അതാണ് രാമായപട്ടണം ഫോർട്ട്. അത് രാമായപട്ടണം ഫോർട്ട്. ഞങ്ങളെ കുറച്ച് ഇപ്പോൾ വന്നേക്കുന്നത്. നല്ല അലയുണ്ട്, അതുകൊണ്ട് അദ്ദേഹം ആരും വിടുന്നില്ല. നല്ല തിരക്കാണെങ്കിൽ തന്നെ സൈഡിൽ നിന്നാണ് എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുന്നത്. സാധനങ്ങൾ എന്താ വെച്ചാൽ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പൊട്ടിയ ചില്ലും കണ്ണടയും സാധനങ്ങളൊക്കെ അവർ ഇവിടെ നിന്ന് ഒഴുക്കിവിടുക. ഈ സമയത്തൊന്നും ഒഴുക്കിവിടാറാ പൊതുവെ. ഞാനുണ്ട് ഒഴുക്കിവിടുന്നതാണ്. നല്ല അല്ലേണ്ട് കുഞ്ഞെ പോലെ. ഞാനും മിട്ടും കൂടെ ഒഴുക്കിൻ്റെ അടുത്തോട്ട് വന്നതാണ്. ആദ്യമായിട്ടാണ് ഞങ്ങൾ വരുന്നത്, നിർമ്മാർജ്ജനം ചെയ്യുന്നത് കാണുന്നത്. കുറച്ച് ലൈറ്റ് ആയിട്ട് എല്ലാവരും ഒഴുക്കി പോയി കഴിഞ്ഞെന്നാണ് പറയുന്നത്. എന്തായാലും ഫസ്റ്റ് അനുഭവമായിരുന്നു. നല്ലത്, സന്തോഷം. എത്രകാലം കാണാൻ പറ്റുമെന്ന് നല്ല കാര്യം. ഇതാണ് ഞങ്ങളുടെ അവിടെ നിന്ന് കൊണ്ടുപോയ വിനായകൻ. അവരുടെ പൂജയും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം അവർ പതിയെ ജയ് വിളിച്ചെടുത്ത് കടലിലോട്ട് ഇറങ്ങുക. വലിയ അല വന്നു, വലിയ അല ഉണ്ട്. ഒഴുക്കാൻ വിട്ടവരല്ലാത്തവരെല്ലാം മറിഞ്ഞ് വീണ് വന്നു. നേരത്തെ ഓൺ ചെയ്യണം മാറാനായിട്ട്. എത്രയായിട്ടും അത് വിനായകൻ അങ്ങോട്ട് വിടുന്നില്ല. അല വെച്ചുകൊണ്ടിരിക്കുക. കൈ തൊള്ളിയാണ് എന്തോ മാറ്റമാണ് കടക്ഷോഭം. എത്ര ശ്രമിച്ചിട്ട് വിനായകൻ അകത്തോട്ട് പോകുന്നില്ല. നല്ല അലയാണ്. അതിനെ മറിച്ച് തീരത്തോട്ട് എടുത്തിട്ടുകൊണ്ടിരിക്കും. അതെ, വലിയ വലിയ അലയാണ്. പിന്നെ ഫോൺ വലിക്കണ്ട. വലിയ അല. മാറ് 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 മാറ്. ഒത്തിരി പോണ്ട കേട്ടോ. വേട 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 വേട. കോസ്റ്റ് ഗാർഡ്സ് എല്ലാം നിർദ്ദേശം കൊടുക്കുന്നുണ്ട്, അല കൂടുതൽ വരികയാണ്, ആരും നിൽക്കരുതെന്ന് തൊട്ട്. പക്ഷെ ആരും കേൾക്കുന്നില്ല. അവർ കളിച്ചുകൊണ്ട് നിൽക്കുക. കടലിൻ്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. വലിയ വലിയ തിരകൾ വരാൻ തുടങ്ങി. എന്നിട്ട് ആളുകളാരും ഒന്നും മനസ്സിലാക്കുന്നില്ല. ഞങ്ങൾ തിരിച്ച് ഇടയിൽ ഭക്ഷണമെല്ലാം കഴിച്ച് വീടെത്തുമ്പോഴത്തേനും 9:30 ആയി.